ആ ഒരു മൂർത്തിഭാവത്തുള്ളിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ആ ഒരു മൂർത്തിഭാവത്തുള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രകാരം വേണം ഉണ്ണിക്കണ്ണനെ കൊണ്ടുവരാനായിട്ട്. ആ ഉണ്ണിക്കണ്ണനോട് വേണം പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. ഒരുപാട് ഭക്തജനങ്ങൾ എന്നോട് ചോദിക്കാണ്ടായിരുന്നു, ഗുരുവായൂരപ്പന്റെ ഏത് മൂർത്തിഭാവത്തെ നോക്കിയാണ് ഇഷ്ടകാര്യ സിദ്ധിക്കായിട്ട് പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നു ഗുരുവായൂരപ്പന്റെ ഏത് മൂർത്തിഭാവത്തെ നോക്കി പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്. എന്നാൽ കൂടെ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്നുള്ളത്, തൃക്കൈയിൽ വെണ്ണയുമായിരിക്കുന്ന ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയാനായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, തൃക്കൈയിൽ വെണ്ണയുമായിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ സമയമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഞൊടിയിടയിൽ നടത്തി തന്നിട്ട് അദ്ദേഹത്തിന് അത് വെണ്ണ അകത്താക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അദ്ദേഹം കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കില്ല. നമ്മൾ പറയുന്ന ആ വേഗത്തിൽ തന്നെ അദ്ദേഹം അത് നടത്തിത്തരും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ശ്രീലകത്ത് തൃക്കൈയിൽ വെണ്ണയുമായിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ ഉണ്ട് അല്ലെ. താമരക്കണ്ണൻ, അതിമനോഹരമായ ഒരു താമരപ്പൂവിൽ തൃക്കൈയിൽ വെണ്ണയുമായിരിക്കുന്ന ഒരു ബാലരൂപമുണ്ട് ശ്രീലകത്ത്. ആ ഒരു മൂർത്തിഭാവത്തുള്ളിലേക്ക് കൊണ്ടുവരിക കേട്ടോ. ആ ഒരു മൂർത്തിഭാവത്തുള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രകാരം വേണം ഉണ്ണിക്കണ്ണനെ കൊണ്ടുവരാനായിട്ട്. ആ ഉണ്ണിക്കണ്ണനോട് വേണം പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ. കൽപ്പക വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത്. ആ കൽപ്പക വൃക്ഷത്തിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും കൊഴിയുന്നുണ്ട്. ആ കൽപ്പവൃക്ഷത്തിന്റെ ചുവടെയാണ് ഉണ്ണിക്കണ്ണൻ തൃക്കൈയിൽ വെണ്ണയുമായിട്ട് ആ താമരപ്പൂവിൽ ഇരിക്കുന്ന ആ രൂപം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട. ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ആ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ആ തൃക്കൈയിൽ വെണ്ണയുമായിട്ട് താമരപ്പൂവിൽ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനോട് നമ്മൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഭക്തി, നമ്മൾ ആഗ്രഹിച്ച കാര്യം സത്യമുള്ളതാണെങ്കിൽ നമ്മുടെ ആ തൃക്കൈയിൽ വെണ്ണയുമായിട്ട് ആ താമരപ്പൂവിലിരിക്കുന്ന കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ നടത്തി തരുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആ രൂപത്തെ കൊണ്ട് തൊഴാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വന്ന് ഭവിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണം.